ഹായ്, എല്ലാവർക്കും നമസ്തേ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇത് കുറച്ചായിട്ട് ഒരു 6 മാസം കണ്ട് ആയിട്ടുണ്ടാവും വാങ്ങിയിട്ട് ലൈറ്റർ സ്പാർക്ക്. ഓക്കെ, അത് കത്തുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാച്ച് ബോക്സ്, തീപ്പെട്ടീനെ കൊണ്ട് കത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ ഇനി ഞാനിതിലേക്ക് ചീഞ്ചട്ടി വെച്ച് കൊടുക്കുന്നത്. ഇത് പഴയ ചീഞ്ചട്ടിയാണ്. ഏട്ടൻ ബാംഗ്ലൂരിൽ വന്നേരം ആ ഒരു ടൈമിൽ വാങ്ങിയതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടത് ഇങ്ങനത്തെ കളറൊക്കെ. ഓക്കെ, പുതിയ ചീഞ്ചട്ടി ഉണ്ട്, പക്ഷെ ഞാൻ അതല്ല ഇതാണ് എടുത്തിട്ടുള്ളത് കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുവാന്ന്. ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ഇല്ല എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ഇതൊന്ന് ചൂടായിട്ട് വരണം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഒനിയൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു വലിയ ഉള്ളിയായിപ്പോയി. ഇനി ചെറുതാന്ന് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടി വരില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉള്ളിയെ മുറിച്ചിട്ട് പകുതി അട വെച്ച് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാനിത് ഫുള്ളായിട്ട് എടുക്കുന്നതിലും ഒരു മീഡിയം സൈസ് ഉള്ളി മതിയാകും. ഓക്കെ, ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഓക്കെ, ഇതും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് വേഗം നമുക്ക് വഴന്ന് വെക്കുക. ഓക്കെ, ഉള്ളി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കണം. ഓക്കെ, ഉള്ളി ജസ്റ്റ് ഇങ്ങനെ വഴന്ന് വരാൻ വേണ്ടി തുടങ്ങി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലകൾ ഇട്ട് കൊടുക്കണം. ഞാൻ സാധാരണ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ പൗഡറൊന്നും ഉപയോഗിക്കുക, എന്താ പറയുക, മല്ലീൻ്റെയും അതുപോലെ തന്നെ റെഡ് ചില്ലിയൊക്കെ അതിൻ്റെ പൗഡറാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സാധാരണ അതിൻ്റെ സീഡ്സ് എടുത്തിട്ട് തന്നെയാണ്. പിന്നെ മല്ലിയായാലും മുളകായാലും ഞാൻ അത് എണ്ണയിൽ വറുത്തെടുത്തിട്ട് അരച്ചെടുക്കാം. ഓക്കെ, അതാണ് ടേസ്റ്റ് ഉണ്ടാക്കുക. ഒരു നാടൻ ചിക്കൻ കറിയാണ്. പണ്ടൊക്കെ ഞാൻ ആദ്യമായിട്ടൊക്കെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിലൊരു നൊസ്റ്റാൾജിയ, ഗൃഹാതുരത്വം വന്നവരുണ്ടാക്കിയെന്നേലും ഇപ്പോൾ നന്നായിട്ട് ഇത് ഈ എണ്ണയിൽ തന്നെ ഓൾറെഡി മല്ലിയും അതുപോലെ തന്നെ മുളകും ഞാൻ എണ്ണയിൽ വറുത്തെടുത്തിയാണ്. കൂടാതെ ഇപ്പോൾ ഞാൻ ഈ പിന്നെ ഉള്ളി വഴറ്റാൻ വേണ്ടി എടുത്ത എണ്ണയിൽ ഞാൻ ഇതൊന്നും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. കൂടാതെ തക്കാളിയും വലിയൊരു തക്കാളിയാണ് അതിന് ഒറ്റൊന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് നന്നായിട്ട് ഞാനിങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഞാൻ ഇളക്കി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എന്താ പറയുക സാധനം ഇട്ട് കൊടുക്കണം. അടുത്ത സാധനം എന്ന് പറയുന്നത് ചിക്കൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വെന്ത് വരുന്ന മസാലയിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ചിക്കൻ വാങ്ങാണ്ട് പോകുമ്പോൾ അവിടുത്തെ പയ്യൻ പുതിയ ചിക്കൻ എനിക്ക് തരും. പിന്നെ അന്നേരം തന്നെ കൊന്നിട്ട് തരും. കാരണം ഞാനാണ് അവന് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കുക. കടയിൽ വരുമ്പോൾ ജ്യൂസും ചായയൊക്കെ ഞാനാണ് കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ ഷോപ്പിൽ വരുന്ന പയ്യൻ്റെ കടയിൽ തന്നെയാണ് ചിക്കനൊക്കെ വാങ്ങാറ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിൻ്റെ ഈ മസാല ഇതിനകത്ത് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം സെറ്റായി കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ചിക്കൻ വേവാനുള്ള, അതായത് 20 മിനിറ്റ് നമ്മൾ എന്താ പറയുക ഈ അടുപ്പിൽ വെച്ചിട്ട് തീയിൽ വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലിപ്പോൾ ഞാൻ അരച്ച ആ പാത്രത്തിൽ മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എന്താ പറയുക വെള്ളം എല്ലാത്തിലേക്കും മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് അടച്ച് വേവിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ തീയിലൊന്ന് പിന്നെ ചെറിയൊരു തീയിൽ നന്നായിട്ട് അടച്ച് വേവിക്കാം. ഓക്കെ, ഏകദേശം ഒരു 10 മിനിറ്റായി ഞാനിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കലുണ്ട് ഈ ചിക്കനിൽ. കാരണം ചിലപ്പോൾ വെള്ളം കുറഞ്ഞ പോയാൽ ഇത് വെന്ത് വരാൻ വളരെ എന്താ പറയുക വെന്ത് വരില്ല. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്കൊരു വിഷയമാവും. അതുകൊണ്ട് ഞാൻ വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് വേവിക്കുക തന്നെ ചെയ്യാറ്. പിന്നെ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതിന് സ്വാഭാവികമായിട്ട് വെള്ളം വേണ്ടല്ലോ. നല്ല ഒന്നാം തരം ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്.
പിന്നെ നല്ല സ്മെല്ലും നല്ല നൊസ്റ്റാൾജിയ, ഗൃഹാതുരത്വം എന്ന് പറയും. നമ്മൾ പണ്ടത്തെ ആ ഒരു കറി വെക്കുന്ന ഒരു ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെ ഇത് വെച്ചിട്ടുള്ളത്. ഞാൻ ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി കുരുമുളക് ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് ഈ തിളച്ച് വരുന്ന സമയത്താണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇതും കൂടി ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് വെന്ത് മിക്സായിട്ട് വരണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ചെറുപ്പത്തിലേ ഞാൻ എന്താ പറയുക ചോറും കറിയൊക്കെ വെക്കാറുണ്ട്. വീട്ടിലെ അടുക്കള പണിയൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതിലൊന്നും അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നാറില്ല. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിളമ്പി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അന്നും അതെ ഇന്നും അതെ ഇനിയൊന്നും അങ്ങനെ തന്നെയായിരിക്കും ഞാൻ. അപ്പോൾ നമ്മളെ കറി ഇങ്ങനെ വെട്ടി തിളച്ച് വെന്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് മെറൂൺ കളറാണ് കറി, കാണുന്നില്ലേ? അതേപോലെ തന്നെ ടേസ്റ്റും. ഇതിൻ്റെയൊക്കെ ഞാൻ ഇനി കറിവേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ കറിവേപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഓ, ഈ കറി നോക്കി എന്ത് രസമാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. കാണാനുള്ള രസം മാത്രമല്ല, കൂട്ടാനും നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് രാത്രിയിൽ വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് അങ്ങനെ പെട്ടെന്ന് പോകുന്നില്ല, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ ഞാൻ കറിവേപ്പ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മല്ലിയില അങ്ങനെ അധികം വ്യാപകമായിട്ട് ആരും യൂസ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പോഴും മല്ലിയില ഇല്ലാതെ മുന്നോട്ട് പോകില്ല എന്നുള്ള രീതിയിൽ മല്ലിയിലയുടെ ഒരു ടേസ്റ്റ് എനിക്ക് പണ്ടേ മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും വിരളമാന്ന് ഇത് മേടിച്ചാൽ തന്നെ ഞാനത് പിന്നെ എന്താ പറയുക മല്ലിയില ഇങ്ങനെ പറക്കി തിന്നും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. ഓക്കെ, അപ്പോൾ നമ്മളെ കറിയുടെ റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ഓക്കെ, കണ്ടോ എൻ്റെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള ചിക്കൻ കറി. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, വീട്ടിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആരും അങ്ങനെ കുറ്റമൊന്നും പറയാൻ ചാൻസ് ഇല്ല, ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.